ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് രാജസ്ഥാൻ സന്ദർശിക്കും. രാജസ്ഥാൻ സർവകലാശാലയുടെ 35ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന 44,376 പോളിംഗ് സ്റ്റേഷനുകളിൽ റീപോളിംഗ് ശുപാർശ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രണ്ടാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതം. ഇറാൻ US രണ്ടാംഘട്ട സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായി സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇസ്ലാമാബാദിൽ. രാജ്യത്തുടനീളം ഗാർഹിക LPG വിതരണം സുഗമമെന്ന് കേന്ദ്ര സർക്കാർ. വളം മേഖലയിൽ ക്ഷാമമുണ്ടെന്ന പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും കേന്ദ്രം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 5 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് രാജസ്ഥാനിലെ ജയ്പൂർ സന്ദർശിക്കും. രാജസ്ഥാൻ സർവകലാശാലയുടെ 35ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ജയ്പൂരിലെ ഭഗവാൻ മഹാവീർ ക്യാൻസർ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ക്യാൻസർ അതിജീവിതരുടെ കൂട്ടായ്മയിലും ശ്രീ CP രാധാകൃഷ്ണൻ സംബന്ധിക്കും. പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന 44,376 പോളിംഗ് സ്റ്റേഷനുകളിൽ റീപോളിംഗ് ശുപാർശ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്നും കമ്മീഷൻ വിലയിരുത്തി. ആദ്യഘട്ടത്തിൽ 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളിൽ 92.72% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-ന് നടക്കും. അതേസമയം തിരഞ്ഞെടുപ്പ് ജോലിക്കിടെ നിഷ്പക്ഷത പാലിക്കാത്തതിനും മോശം പെരുമാറ്റത്തിനും 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ ജമാൽപൂരിലും ഹൌറയിലെ ശ്യാംപൂരിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹുഗ്ലിയിൽ റാലികൾ നടത്തും. തൃണമൂൽ കോൺഗ്രസ് മേധാവിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. രാജ്യത്തുടനീളം ഗാർഹിക LPG വിതരണം സുഗമമാണെന്നും ഒരിടത്തും വിതരണ തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ചേർന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിന് ശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മേഖലയിലെ എല്ലാ സംഭവവികാസങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വളം മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കിയതായും വളങ്ങളുടെ ലഭ്യത ആവശ്യകതയേക്കാൾ കൂടുതലാണെന്നും കേന്ദ്ര സർക്കാർ. ക്ഷാമം സംബന്ധിച്ച പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും വിതരണം ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 25 ലക്ഷം മെട്രിക് ടൺ യൂറിയ ഇറക്കുമതിയും ആഭ്യന്തര ഉൽപാദനത്തിലുള്ള പ്രകൃതിവാതക ലഭ്യതയും ഉറപ്പാക്കിയെന്നും സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ US രണ്ടാംഘട്ട സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. ഇതിന്റെ ഭാഗമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇന്നലെ രാത്രിയോടെ ഇസ്ലാമാബാദിലെത്തി. വിശദാംശങ്ങളിലേക്ക്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായുള്ള പുതിയ ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രത്യേക നയതന്ത്ര സംഘത്തോടൊപ്പമാണ് ഇസ്ലാമാബാദിലെത്തിയത്. ഇസ്ലാമാബാദ്, മസ്കറ്റ്, മോസ്കോ എന്നിവിടങ്ങളിലേക്കുള്ള പ്രാദേശിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് അരാഗ്ചി പാകിസ്ഥാനിലെത്തിയതെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും ആസൂത്രണം ചെയ്തിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. US പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലെത്തുമെന്നാണ് സൂചന. അതേസമയം US ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ധാരണയിലെത്തുന്നതുവരെ അമേരിക്കൻ സൈന്യം ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് തുടരുമെന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ചൈന ആസ്ഥാനമായുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്കും ഇറാനിയൻ എണ്ണ കൊണ്ടുപോകുന്ന 40 ഷിപ്പിംഗ് കമ്പനികൾക്കും ടാങ്കറുകൾക്കുമെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണിതെന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ചൈനയിൽ കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് US നീക്കം. ലെബനന്റെ തെക്കൻ ഭാഗത്ത് ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 6 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടിയതിനു ശേഷവും ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും പരസ്പരം ആക്രമണം തുടരുകയാണ്. 2027 സെൻസസിനായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും
1855 എന്ന ദേശീയ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ പ്രവർത്തനക്ഷമമായതായി രജിസ്ട്രാർ ജനറലിന്റെയും സെൻസസ് കമ്മീഷണറുടെയും ഓഫീസ് അറിയിച്ചു. വീടുകളുടെ പട്ടിക രേഖപ്പെടുത്തൽ, ഭവന സെൻസസ് എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിലും ഇംഗ്ലീഷിലും ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെ ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. ചൂടിന് ശമനമില്ലാത്തതിനാൽ അംഗനവാടികളുടെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്തുന്നതിനായി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൊതുസ്ഥലങ്ങളിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കുകയും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണം. കിണറുകളും ടാങ്കറുകളും ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നടപ്പുവർഷത്തെ ഗോതമ്പ് സംഭരണ ലക്ഷ്യം 15% വർദ്ധിപ്പിച്ച് 34.5 ദശലക്ഷം ടണ്ണായി ഉയർത്തിയെന്ന് കേന്ദ്ര സർക്കാർ. അപ്രതീക്ഷിത മഴയിൽ വിളകൾ നശിച്ച സാഹചര്യത്തിൽ കർഷകരെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്ന് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്ര അറിയിച്ചു. സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള സംഭരണ ലക്ഷ്യങ്ങളും ഉയർത്തിയതായും ഭക്ഷ്യ സെക്രട്ടറി വ്യക്തമാക്കി. പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന് നൽകിയിരുന്ന ബാങ്കിംഗ് ലൈസൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റദ്ദാക്കി. നിക്ഷേപകരുടെ മുഴുവൻ തുകയും തിരികെ നൽകാൻ ആവശ്യമായ പണം പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ പക്കലുണ്ടെന്ന് RBI പ്രസ്താവനയിൽ വ്യക്തമാക്കി. പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്നത് നിർത്താൻ 2022 മാർച്ചിൽ നൽകിയ ഉത്തരവിനും നിലവിലുള്ള അക്കൌണ്ടുകളിലും പ്രീപെയ്ഡ് കാർഡുകളിലും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കും പിന്നാലെയാണ് നടപടി. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസാർ ഭാരതിയും മൈ ജിഒവി പോർട്ടലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സിഗ്നേച്ചർ ട്യൂൺ തയ്യാറാക്കൽ, ജിംഗിൾ നിർമ്മാണം എന്നീ 2 വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. വിശദാംശങ്ങളിലേക്ക്. ആകാശവാണി അറ്റ് 90 ദ ന്യൂ റിതം ഓഫ് ഭാരത് എന്ന പ്രമേയത്തിൽ നടക്കുന്ന സിഗ്നേച്ചർ ട്യൂൺ മത്സരത്തിൽ യുവവാണി, സ്പോർട്സ് ക്യാൻ, മാർക്കറ്റ് മന്ത്ര തുടങ്ങി വിവിധ പരിപാടികൾക്കായി 20 മുതൽ 40 സെക്കൻഡ് വരെ ദൈർഘ്യമുള്ള ഇൻസ്ട്രുമെന്റൽ സംഗീതമാണ് തയ്യാറാക്കേണ്ടത്. 30,000 രൂപയാണ് ഒന്നാം സമ്മാനം. ആകാശവാണി അറ്റ് 90 ദ വൈബ്രന്റ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പ്രമേയത്തിൽ FM ഗോൾഡ്, FM റെയിൻബോ, വിവിധ് ഭാരതി ചാനലുകൾക്കായി ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ 20 മുതൽ 50 സെക്കൻഡ് ദൈർഘ്യമുള്ള ജിംഗിളുകൾ തയ്യാറാക്കാനുള്ളതാണ് രണ്ടാം മത്സരം. 20,000 രൂപയാണ് ഒന്നാമതെത്തുന്നവർക്ക് ലഭിക്കുക. സ്റ്റുഡിയോ നിലവാരത്തിലുള്ള MP3 അല്ലെങ്കിൽ വേവ് ഫോർമാറ്റിലുള്ള ഓഡിയോ ഫയലുകളായി മൈ ജിഒവി പോർട്ടൽ മുഖേനയാണ് എൻട്രികൾ സമർപ്പിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 5 വിക്കറ്റ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 206 റൺ വിജയലക്ഷ്യം 7 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ബംഗളൂരു കടക്കുകയായിരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 9:30-നാണ് മത്സരം. ആദ്യ 3 മത്സരങ്ങളും വിജയിച്ച ദക്ഷിണാഫ്രിക്ക ഇതിനോടകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. തൃശൂരിൽ ഇന്ന് പൂരവിളംബരം. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പുമേന്തി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറക്കും. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയും കുടമാറ്റത്തിന്റെ സമയം വെട്ടിക്കുറച്ചുമാണ് ഇത്തവണത്തെ തൃശൂർ പൂരം നടക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അധ്യാപകരുടെ മുൻകൂർ അപേക്ഷയിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഇന്ന് വിധി പറയും. പാത്തോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ MK റാം, ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് രാജസ്ഥാൻ സന്ദർശിക്കും. രാജസ്ഥാൻ സർവകലാശാലയുടെ 35ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന 44,376 പോളിംഗ് സ്റ്റേഷനുകളിൽ റീപോളിംഗ് ശുപാർശ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2ാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതം. ഇറാൻ US 2ാം ഘട്ട സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായി സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇസ്ലാമാബാദിൽ. രാജ്യത്തുടനീളം ഗാർഹിക LPG വിതരണം സുഗമമെന്ന് കേന്ദ്ര സർക്കാർ. വളം മേഖലയിൽ ക്ഷാമമുണ്ടെന്ന പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും കേന്ദ്രം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 5 വിക്കറ്റ് ജയം.
വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തു നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.